CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ തെരഞ്ഞെടുത്തു. ഏകകണ്ഠമായാണ് സംസ്ഥാന കൗൺസിൽ തീരുമാനം. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി AP ജയനെ പ്രാഥമികാംഗത്വത്തിലേക്ക് തരം താഴ്ത്താനുള്ള നടപടിയും കൗൺസിൽ ശരിവച്ചു. ജയനെ അനുകൂലിച്ചും എതിർത്തും അംഗങ്ങൾ രംഗത്തെത്തിയതോടെ രൂക്ഷമായ വാദപ്രതിവാദം നടന്നു. തർക്കം മുറുകിയതോടെ യോഗം പിരിച്ചുവിടുകയായിരുന്നു. സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി D രാജയാണ് ബിനോയ് വിശ്വത്തിന്റെ പേര് മുന്നോട്ട് വെച്ചത്. K പ്രകാശ് ബാബു ഔദ്യോഗികമായി പേര് നിർദ്ദേശിച്ചു. നിർദ്ദേശം കൗൺസിൽ ഏകകണ്ഠമായി അംഗീകരിച്ചതോടെ കാനത്തിന്റെ പകരക്കാരനായി ബിനോയ് വിശ്വം കേരളത്തിലെ CPIയുടെ തലപ്പത്തെത്തി. The State Council unanimously endorsed the proposal of the State Executive, and Comrade Binoy Vishwam has been elected as the Secretary of the State Unit of our party in Kerala. 2 തവണ MLAയും 1 തവണ മന്ത്രിയുമായിരുന്ന ബിനോയ് വിശ്വം പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിൽ സെക്രട്ടറിയാകുന്നത് ഇതാദ്യമാണ്. കേരളത്തിലെ സംഘടനാ ചുമതല ഏറ്റെടുക്കുന്ന ബിനോയ് വിശ്വത്തിന് മുന്നിലുള്ള ആദ്യ വെല്ലുവിളി ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ചേരിതിരിവ് പ്രകടമായ CPIയെ ഒറ്റക്കെട്ടായി നയിക്കുക എന്നതും വെല്ലുവിളി തന്നെ. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്ന AP ജയനെതിരായ നടപടിയെ ചൊല്ലി സംസ്ഥാന കൗൺസിൽ രൂക്ഷമായ തർക്കം നടന്നു. നടപടിയെ എതിർത്ത് നിരവധി പേർ രംഗത്ത് വന്നു. നടപടി പുനഃപരിശോധിക്കണമെന്നും പരാതിയിൽ പുനരന്വേഷണം വേണമെന്നും ആവശ്യമുയർന്നു. പരാതിയും അന്വേഷണ റിപ്പോർട്ടും വായിച്ചായിരുന്നു നേതൃത്വത്തിൻ്റെ പ്രതിരോധം. നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട AP ജയൻ ബാങ്ക് രേഖകളും മറ്റും ഉദ്ധരിച്ചാണ് ആരോപണത്തെ നേരിട്ടത്. അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദം മുറുകിയതോടെ നടപടി അംഗീകരിച്ച് യോഗം പിരിച്ചുവിടുകയായിരുന്നു. റിപ്പോർട്ടർ R. ശ്രീജിത്തിൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.